Then personal barriers that we have already discussed are physical conditions, relationship issues, cultural differences, our attitude and psychosociological barriers. And these are very important, very important aspects of communication. ഇത് ഉണ്ടാക്കുന്ന ബാരിയർ എന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയ ബാരിയേഴ്സ് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അനലൈസ് ചെയ്താൽ നമ്മൾ ചിലപ്പം റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പോൾ വീട്ടിൽ നമ്മൾ സൈക്കോളജിയിൽ തന്നെ ഹുക്കിംഗ് എന്നൊക്കെ പറയും. കാരണം ഈ ഇതില്ലേ ഇപ്പൊ രാവിലെ ഗ്യാസ് തീർന്നു എന്നോ നമ്മൾ പറയുന്നുണ്ട്, ഗ്യാസ് വാങ്ങിക്കണം, തീരാനായിട്ടുണ്ട്, ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ്, ഗ്യാസ് രാവിലെ ജോലിക്ക് പോകാൻ നേരത്തെ ഒരു ഓഫീസർ ആണെന്ന് വിചാരിച്ചോളൂ, ജോലിക്ക് പോകാൻ നേരത്തെ ഗ്യാസ് തീരുന്നതോടുകൂടി നമ്മൾ ഉടനെ ഭർത്താവിന് അല്ലെങ്കിൽ ആരാണോ അടുക്കള കൈകാര്യം ചെയ്യുന്ന അവർ അത് ഏൽപ്പിച്ച ആളായിട്ട് എന്തുണ്ടാക്കുന്നു, ബഹളമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത്. അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ അത് മാത്രമല്ല, നിങ്ങൾ ഇതെന്ന് മാത്രമല്ല മറക്കുന്നത്, പല കാര്യങ്ങളും മറന്നിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ പല സമയത്തും നിങ്ങൾ ഓർത്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് ഓഫീസിലേക്ക് ഇറങ്ങുന്നു, ബസ് കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബസ്സിനകത്ത് ഏതെങ്കിലും നിലക്ക് ചില്ലറ എങ്ങാനും കണ്ടക്ടർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രയും രാവിലെ തുടങ്ങി ഈ സാധനമായിട്ട് പോകുന്നല്ലേ, ചില്ലറയൊക്കെ കയ്യിൽ പിടിച്ചൂടെ? അയാളോട് ദേഷ്യപ്പെട്ടു. അവിടുന്ന് തിരിച്ച് ഓഫീസിലിറങ്ങി കുറച്ച് ലേറ്റായി, ഇതിന്റെ ഭാഗമായിട്ട് ലേറ്റായി അവിടെ എത്തുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഗതി കാണുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞയച്ചൊരു ഫയൽ കൃത്യസമയത്ത് നമ്മൾ ടേബിളിൽ എത്തുന്നില്ല. ഉടനെ അയാളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ എത്ര കാലമായി പറയുന്നു, എത്ര ഈ സമയത്ത് കൃത്യമായിട്ട് ഫയൽ മേശപ്പുറത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അയാളോട് ദേഷ്യപ്പെടുന്നു. പിന്നെ തുടർന്ന് നമ്മൾ തിരിച്ചെത്തുന്നവരെ നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഇടപെടുന്നു അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു, രാവിലത്തെ ആ ഗ്യാസ് തീർന്നതിന്റെ പ്രശ്നം നമ്മളുടെ മൊത്തം കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പേഴ്സണൽ ഇഷ്യൂസും റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഒക്കെ എങ്ങനെയാണ് നമ്മളുടെ ഓർഗനൈസേഷനെ പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. നമ്മൾ സാധാരണ ക്ലാസ് റൂമിൽ തമാശ പറയാറുണ്ട്, ചില ടീച്ചേഴ്സൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ടീച്ചർ അടി കൂടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ഭർത്താവായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിന്റെ കലിപ്പ് ഇവിടെ കൊണ്ടുപോയിട്ട് തീർക്കുകയാണെന്ന് പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആണ് പലപ്പോഴും എന്തുണ്ടാക്കുന്നത്, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനിലും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലും ഒക്കെ എന്തുണ്ടാവുന്നു, ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. Then cultural differences. If you are going to work in abroad നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയെന്ന് വിചാരിക്കൂ, സ്വാഭാവികമായിട്ടും രണ്ട് ഡിഫറെന്റ് കൾച്ചറിൽ വർക്ക് ചെയ്തിട്ടുള്ള ശീലമാണ്. നമുക്ക് ഇവിടെ 9 മണിക്ക് ഒരു പരിപാടിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലാണെങ്കിൽ 9 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 9 മണിയായിരിക്കും. നമ്മളെ സംബന്ധിച്ച് 9 മണി എന്ന് പറഞ്ഞാൽ 10 മണിയാണ് അല്ലേ. നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ടൈം സെറ്റ് ചെയ്ത്. ജർമ്മനി അതിന് തമാശ, ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ 9 മണി എന്ന് പറഞ്ഞാൽ 8:50 ആൾ അവിടെ എത്തിയിരിക്കും. അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇംഗ്ലണ്ടിലാണെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തും. ഇന്ത്യയിലാണെങ്കിൽ 1 മണിക്കൂർ കൃത്യം. നമ്മൾ 9 മണിക്ക് എത്തേണ്ട ഒരു പരിപാടി നമ്മൾ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെക്കും 10 മണിക്ക്. സോ ടൈം അവിടെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ, വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഒന്നിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ സൈക്കോസോഷ്യലോജിക്കൽ ബാരിയേഴ്സ്. സൈക്കോസോഷ്യലോജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ സൈക്കോളജിക്കൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള, നിങ്ങളൊരു പ്രദേശത്ത് നിന്ന് വരുന്ന ആൾ. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടല്ലോ, ഈ ഒരു ജയസൂര്യയുടെ ഒരു മൂവി ഉണ്ടല്ലോ, ജയസൂര്യ ഒരു ഓഫീസിൽ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യണേ, ഒരു ഇവിടെയുള്ള ആളായിട്ട്, ഒരു ഹൈ റേഞ്ചിൽ എവിടെയോ ഉള്ള ഒരാളായിട്ട് വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു മൂവിയില്ലേ, ജനപ്രിയൻ മൂവിയിൽ അയാളുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ കൾച്ചർ സാധനങ്ങളൊക്കെ എങ്ങനെയാണ്, അയാൾ ഓഫീസിൽ വരുമ്പം അയാൾ എല്ലാ ജോലിയും ചെയ്യുന്നു. ഇതിനകത്തൊക്കെ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മളുടെ കൾച്ചറൽ ഡിഫറൻസസ്, ഈവൻ നമ്മളുടെ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് സ്റ്റാറ്റസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. ഈവൻ റിലീജിയൻ, കാസ്റ്റ്, ഇതൊക്കെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളുടെ കമ്മ്യൂണിക്കേഷനകത്ത്
വലിയ ബാരിയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ദളിതായിട്ടുള്ള ആളുകളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ചില ആളുകൾ കമൻ്റ് ഒക്കെ ചെയ്തു പോകുന്നത്. അവനൊക്കെ ഇപ്പം ജോലി കിട്ടിയിട്ട് എന്തെങ്കിലും അധികാരം കാണിച്ചാൽ നമ്മളറിയാതെ അവിടെ കാസ്റ്റിനെ കുറിച്ച് പറയും. അധികാരം ഏതെങ്കിലും നിലക്ക് പ്രയോഗിക്കപ്പെടുന്ന ചിലപ്പോൾ കൃത്യമായിട്ടുള്ള അധികാരമായിരിക്കും കാണിക്കുന്നുണ്ടാവുക, അയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യിക്കുക. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്ത് ചെയ്യും, ജാതി വർക്ക് ചെയ്യും. ജാതി, പിന്നെ തറവാട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷനകത്തുള്ള പലപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും വ്യക്തിയുടെ സോഷ്യോ കൾച്ചറൽ റിലീജിയസ് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് മനസ്സിലാക്കുമ്പം അതും നമ്മളുടെ കമ്മ്യൂണിക്കേഷന് പലപ്പോഴും ബാരിയർ ആയിട്ട് വരാറുണ്ട്. While considering an organization where we can see that, for example, if you are a supervisor, നിങ്ങളൊരു സൂപ്പർവൈസർ ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്താണ്, attitude of the supervisor definitely affects your communication process, affect your personality and your work. എല്ലാത്തിനെയും നിങ്ങളത് ബാധിക്കും. എങ്ങനെയാ വരിക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഭയങ്കര ദേഷ്യക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓർഗനൈസേഷനെ ബാധിക്കും. Fear of challenge to position, then requirement of proper channel, lack of trust in subordinates, disregard of communication. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഓർഗനൈസേഷനകത്ത് എന്തുണ്ടാക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ടാക്കുന്നത്. ഒരു ജോലി ഏറ്റെടുക്കാനുള്ള മടി, പലപ്പോഴും എന്താണ് സബോർഡിനേറ്റിനോടുള്ള ട്രസ്റ്റ് ഇല്ലായ്മ, അവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇവരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റില്ല, ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള വാശി, ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് the smooth running of the office. Then lack of time, lack of openness, all these issues are very very important in communication. So ധൃതി പിടിച്ചിട്ടുള്ള ചെയ്യാൻ സമയമില്ലായ്മ, ഓപ്പൺ ആവാതിരിക്കുക. ഒരു ഓഫീസർ ഉണ്ട്, നമുക്ക് അയാളോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല, അയാൾ എങ്ങനെയാ പെരുമാറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അയാളുടെ സ്വഭാവം പ്രെഡിക്റ്റബിൾ അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാൻ മടിക്കുകയും അത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. ദെൻ ബാരിയേഴ്സ് ഇൻ സബോർഡിനേറ്റ്സ്. ഇനി സബോർഡിനേറ്റ്സിന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ്? റിലക്റ്റൻസ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പർവൈസേഴ്സിനുള്ള ബാരിയേഴ്സ് ആണ് നേരത്തെ പറഞ്ഞത്. അവരുടെ സബോർഡിനേറ്റ്സിനോട് അവർ കാണിക്കുന്ന സ്വഭാവങ്ങൾ, പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി സബോർഡിനേറ്റ്സിനുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? റിലക്റ്റൻസ് ടു കമ്മ്യൂണിക്കേറ്റ്. അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഓഫീസർ, സൂപ്പർവൈസർ, സോ ഐ കാൺ കമ്മ്യൂണിക്കേറ്റ് ദിസ് തിങ്സ് ടു ഹിം. Then want of incentives. We are not at all satisfied with our salary package and all. So we actually need incentives. അങ്ങനത്തെ കുറേ സംഗതികൾ വരുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ മൈൻഡ് അത്ര ക്ലിയർ ആവില്ല, നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, നമുക്ക് അതിനോടൊരു നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് എന്തുണ്ടാവില്ല, ഒരു സ്നേഹം ഉണ്ടാവില്ല. ആ സ്നേഹം ഉണ്ടാവാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ വർക്കിങ്ങിനെ എന്ത് ബാധിക്കും, വർക്കിന്റെ സ്വഭാവത്തിനെ അത് ബാധിക്കും. ഇത് ഒരു ബാരിയർ ആണ്. ദെൻ ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ്, കൾച്ചറൽ ഡിഫറൻസസ്. അതാണ് ഞാൻ പറഞ്ഞത്, പുറത്തുള്ള മറ്റ് മനുഷ്യരുമായിട്ടൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഉണ്ടാവാവുന്ന ഇഷ്യൂസ് ആണെന്ത്, കൾച്ചറൽ ഡിഫറൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 9 മണി എന്ന് പറയുമ്പം നിങ്ങൾ 9 മണിക്ക് പിന്നെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് ബാധിക്കും. ദെൻ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, അവന് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഏറ്റവും രസം എന്ന് വെച്ചാൽ എല്ലാ പങ്ക്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കൃത്യമായിട്ട് സമയത്തിന് എത്തിയിരിക്കണം ഓഫീസിൽ. ഡെഫിനറ്റ്ലി എത്തിയിട്ടില്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിന് വൈകിപ്പോയാൽ മാത്രമേ അവർക്ക് പ്രശ്നമില്ല. കാരണം ആള് ഡേറ്റിംഗ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് വൈകി എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്യൂസ് ആണ്, അത് നല്ല എക്സ്ക്യൂസ് ആണ്, കുഴപ്പമില്ല, സാരമില്ല, അത് കുഴപ്പമില്ല, ഇനി നീ ഇത് ആവർത്തിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ. ബാക്കി എന്ത് പ്രശ്നം വന്നാലും അവർ സമ്മതിക്കില്ല, പിന്നെ വൈകി എത്തുന്നത് സമ്മതിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഡേറ്റിംഗ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ
അവർ കുറെ കൂടി ലിബറൽ ആണ്. അപ്പം ഒരു കൾച്ചറൽ ഇതിനനുസരിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ അത് അങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം അതാണ് കൾച്ചറൽ ഡിഫറൻസസ്. നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്ന ഒരു എക്സ്ക്യൂസ് എന്താണ്? ട്രാഫിക് ജാം, ബസ് കിട്ടിയില്ല എന്ന് പറയില്ല, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എന്നുള്ളത്. ആ ഒരു എക്സ്ക്യൂസ് നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വരുന്നില്ല. ദെൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഡെഫിനറ്റ്ലി എഫക്ട് ദ ബാരിയർ. അതാണ് ഇപ്പം നമ്മൾ റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഫോണ് റേഞ്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും. ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ്, നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, നമ്മളുടെ മൂഡ്, നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻസ്, രോഗാവസ്ഥ, ദെൻ നോയിസ്, എൻവിയോൺമെൻറ്റ്, ഡിഫക്ട്സ് ഇൻ ദ മീഡിയം. ചിലപ്പോൾ നമ്മുടെ ഫോണിനൊരു പ്രശ്നമുണ്ട്, ചാർജ് അധിക സമയം നിൽക്കില്ല. അപ്പോൾ പെട്ടെന്ന് എന്തോ അത്യാവശ്യ കാര്യം പറയാനെടുത്തിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും ഫോണ് ഡെഡ് ആയിട്ടുണ്ടാവും. അതോടുകൂടി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മൾ എന്തിൽ വരുന്നുണ്ട്? ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സിനകത്തും നമ്മുടെ ഫിസിക്കൽ ബാരിയേഴ്സിനകത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ബാരിയേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാരിയേഴ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതേപോലെ ആയിരിക്കില്ല വരിക. ഇതിലൊരു റിയൽ ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം വെദർ ഇറ്റ് ഈസ് ബാരിയർ ഓർ നോട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ വാട്ടാത്ത ഇതിനകത്ത് ഒരു 3-4 ബാരിയേഴ്സ് തന്നിട്ട് ഒന്നും അല്ലാത്തത് തരും. ഈ രീതിയിലുള്ള നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആക്കാം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ ഒരു പലതരം പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ കൂടി നിങ്ങൾ കടന്നു പോകണം. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, എത്രത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവണം. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ദെൻ ആർ ലാസ്റ്റ് ടോപ്പിക്, നമ്മളിപ്പം നേരത്തെ തുടക്കത്തിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ നമ്മളെല്ലാ ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ളത് ഏതാ, അത് മുഴുവൻ കവർ ചെയ്തു ഇല്ലേ? ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, മാസ് മീഡിയ. You know the definition of mass communication and you know what it is, right? Mass is there, a group of people communicate to a mass, to a group of people, where a mass produced messages are a process whereby mass produced messages are transmitted to large anonymous and heterogeneous receivers. Receivers in a പ്രത്യേകത എന്താണ്? അവർ അനോണിമസ് ആയിരിക്കാം, പല തരത്തിലുള്ള സ്വഭാവങ്ങളും പല രീതിയിലുമുള്ള വൈവിധ്യങ്ങളുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള മെസ്സേജസ് കൺവേ ചെയ്യുന്നതിനാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് whereby mass produced messages are transmitted to a large audience, receivers. Then let us discuss the 5 aspects of mass communication. So what are they? ലാർജ് ഓഡിയൻസ്, നമുക്ക് ഓഡിയൻസ് എന്താണ്? നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഓഡിയൻസ് ആണ്. ദെൻ ഫെയർലി അൺഡിഫറൻഷിയേറ്റഡ് ഓഡിയൻസ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഒരു ടെലിവിഷൻ പ്രോഗ്രാം പല തരത്തിലുള്ള ആളുകൾ കാണുന്നുണ്ട്, പല ആറ്റിറ്റ്യൂഡുള്ള, പല രീതിയിലുള്ള, പല ജോഗ്രഫിക്കൽ ഡിഫറൻസസ് ഉള്ള, കൾച്ചറൽ ഡിഫറൻസസ് ഉള്ള ആളുകളിലേക്കാണ് ഒരു മെസ്സേജ് പോകുന്നത്. അത് എങ്ങനെയായിരിക്കും ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായൊരു ധാരണ ഉണ്ടാവില്ല. സം ഫോം ഓഫ് മെസ്സേജ് റീപ്രൊഡക്ഷൻ, മെസ്സേജ് റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത് അല്ലേ, പല രീതിയിൽ. ഇപ്പം ടെലിവിഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ, വീണ്ടും നമുക്ക് പ്രക്ഷേപണം ചെയ്യാം, വീണ്ടും കാണിക്കാം, പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ എഫക്റ്റും അങ്ങനെയാണ് പല രീതിയിൽ. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ടെലിവിഷനിൽ ഉണ്ടാവുന്നുണ്ട്. അത് ആ മെസ്സേജ് നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അങ്ങനെ അത് വളരെ ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കുറേ മെസ്സേജസ് മാസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് നൽകാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസിലൂടെ സാധിക്കുന്നുണ്ട്. Then another important aspect is rapid distribution and delivery. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വലിയ രീതിയിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
ദെൻ ലോ കോസ്റ്റ് ടു ദി കൺസ്യൂമേഴ്സിന് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് മാസ് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതും നേരത്തെ പറഞ്ഞ പോലെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ദെൻ ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ, ദറ്റ് ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, socialization, entertainment, political awareness, cultural transmission and catalyst to development. ഇത് അറിയാലോ ഏതൊക്കെ രീതിയിലാണ് മാസ് മീഡിയാസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് മാസ് മീഡിയാസ്? Print medias are there, electronic medias are there, and social medias are there. 3 kinds of mass medias are there. Print medias ആണ് paper, magazines, weeklies, monthly magazines and all, and then electronic medias, film, radio, television, and social medias, internet, Google, then this WhatsApp, Facebook and all. So ഇതിൻ്റെ ഫങ്ഷൻസ് ഇത്രയുമാണ്. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അല്ലേ. സോഷ്യലൈസേഷൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ എൻ്റർടൈൻമെൻ്റ് is one, and പ്രയർ ആയിട്ടുള്ള ഇതെന്താണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. Then political awareness, and we can listen or we can watch different political opinions and political discussions and all, through which we can നമുക്ക് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും എന്ത് സാധിക്കും, ഈ ടെലിവിഷനിലൂടെ സാധിക്കും. ദെൻ കൾച്ചറൽ ട്രാൻസ്മിഷൻ, ദെൻ ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ടു ഡെവലപ്മെൻറ്റിൽ വലിയ രാസത്വരകമായിട്ട് എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്, മീഡിയ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒപ്പീനിയൻ മേക്കിംഗ് അല്ലേ, ഒരു ഒപ്പീനിയൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ആളുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള വ്യത്യസ്തമായ ഫങ്ഷൻസ് എന്ത് പ്രവർത്തിക്കുന്നുണ്ട്, മാസ് മീഡിയ. നമുക്ക് മാസ് മീഡിയയിലാണ് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറെ കൂടി ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഇയേഴ്സും ഒക്കെ ചോദിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ എഴുതിയിടണം. ഇത്തരം ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രിന്റ് മീഡിയാസിനകത്തുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലേക്കൊന്നും പോകുന്നില്ല. ദെൻ നമുക്കറിയാം പത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കണം. നമ്മളുടെ ന്യൂസ് പേപ്പറിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പ്രസ് കമ്മീഷൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ലൈക്ക് RNI, പ്രസ് കമ്മീഷൻ, then Press Information Bureau, PIB. It acts as a nodal agency of Government of India, Press Information Bureau. അവിടുന്നാണ് നമ്മുടെ ഈ ഇതൊക്കെയില്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്, ഗവൺമെൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പത്രങ്ങളിലേക്ക് വരുന്നത്. എല്ലാ ന്യൂസ് പേപ്പറും, ഇന്ത്യയിലെ എല്ലാ ന്യൂസ് പേപ്പറും രജിസ്ട്രാർ ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന RNI, ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ചോദിക്കും. പിന്നെ അതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇത് ഏതിൻ്റെ പ്രപ്പോസലിൻ്റെ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ 1953 പ്രസ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RNI ഇവിടെ രൂപീകരിക്കുന്നത്. അതിനെ തുടർന്ന് വീണ്ടും രണ്ടാമത്തെ സെക്കൻഡ് പ്രസ് കമ്മീഷൻ in 1978. Its chairman was P.Z. Goswami, and then it reconstituted in 1980 as the chairman under the chairmanship of K.K. Mathew. And then അതിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് the Press Information Bureau, that is a nodal agency of the Government of India, then PTI, Press Trust of India, largest news agency in India. It was founded on 27th August 1947. ഇതിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ N. രവിയാണ്. ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ പ്രസാർ ഭാരതിയുടെ പ്രസൻറ്റ് ചെയർമാൻ, ദൂരദർശൻ്റെ പ്രസൻറ്റ് ഡയറക്ടർ, ഇത്തരം കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് നിങ്ങൾ കുറേയൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, next a statutory and quasi-judicial body which was founded in 1966.
and what is the function of Press Council of India. And the main aim of this Press Council of India is to preserve the freedom of the press and to build a code of conduct. അത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, ടൈംസ് ഓഫ് ഇന്ത്യനെയൊക്കെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പലപ്പോഴും പ്രസ്സിന് ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, അതിനെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്, അതിനെ വയലേറ്റ് ചെയ്യുന്ന പല ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്തും അവർ വാൺ ചെയ്യുകയും ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ദെൻ അതിൻ്റെ പ്രസന്റ് ചെയർമാൻ CK Prasad. Then UNI, another important multilingual news agency, ആണ് UNI. PTI കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഏജൻസിയാണ് UNI. ഇനി അങ്ങോട്ടൊക്കെ ഉള്ളത് എന്താണ്, ഇതിൻ്റെയൊക്കെ ഇത് കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ദെൻ പ്രസാർ ഭാരതി നമ്മളുടെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്ററിൻ്റെ കീഴിലായിരുന്നു. ആദ്യം ഇതിനൊരു ഹിസ്റ്ററി നോക്കിയാൽ ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനും ഒക്കെ ഒരുമിച്ചായിരുന്നു, എന്താണ് വെവ്വേറെ ആയിരുന്നെങ്കിലും 1997 പ്രസാർ ഭാരതിയുടെ കീഴിലേക്ക് ഈ രണ്ട് സ്ഥാപനങ്ങളെയും കൊണ്ടുവന്നു. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് 470 ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, 23 ലാംഗ്വേജസ് ഉണ്ട്, ദെൻ 179 ഡയലക്ട്സിൽ പ്രക്ഷേപണം നടത്തുന്നുണ്ട്. The present chairman Dr. A. Surya Prakash, and all this Prasar Bharati works under Minister of Information and Broadcasting of India. And present minister ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് രാഥോർ. ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഇന്ത്യയിലെ റേഡിയോ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ജൂലൈ 23, 1927 ആണ്, ബോംബെയിലാണ്. അതിനുശേഷം 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ. പിന്നെ ദൂരദർശന് പബ്ലിക് സർവീസ് ടെലികാസ്റ്റിംഗ് സെപ്റ്റംബർ 15, 1959 ആരംഭിക്കുന്നത്. ആൻഡ് ഇറ്റ് ബിക്കം എ സർവീസ് ഇൻ 1965. അത് രണ്ടും ഓർത്തിരിക്കണം. അത് ആരംഭിക്കുന്നത് 1959 അതൊരു പബ്ലിക് സർവീസായി മാറുന്നത് എപ്പോഴാണ്? 1965. ഇനി ഇലക്ട്രോണിക് മീഡിയയിൽ നമുക്കറിയാം ഫിലിം, റേഡിയോ ആൻഡ് ടെലിവിഷൻ, ഈ മേഖലയിൽ നിന്നൊക്കെയുള്ള ഇതുപോലെയുള്ള ചില ഇൻഫർമേഷൻസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ന്യൂ മീഡിയ, സോഷ്യൽ മീഡിയ, അത്തരം കാര്യങ്ങളെ കുറിച്ചുമൊക്കെ. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇനി വിട്ടുപോയതുണ്ടോ?